പതിറ്റാണ്ടുകളോളം ഒരുപാട് തലമുറകളുടെ ദാഹമകറ്റിയ മടത്തിൽ കുളത്തെ കരുതലോടെ സംരക്ഷിക്കുകയാണ് മീനത്തീരൽ കുടുംബം. ആറാട്ടുപുഴ തീരഗ്രാമത്തിന് എന്നെങ്കിലും ദാഹജലം മുട്ടിപ്പോയാൽ തൊണ്ട നനയ്ക്കാനുള്ള കരുതിവയ്പായാണ് ഈ കുളത്തെ മീനത്തീരൽ കുടുംബം സംരക്ഷിക്കുന്നത്. കേരളത്തിലെ പേരുകേട്ട കുളമാണ് ആറാട്ടുപുഴ പത്തിശ്ശേരിയിൽ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് മടത്തിൽ പുരയിടത്തിൽ നിലകൊള്ളുന്ന മടത്തിൽ കുളം. 3.5 പതിറ്റാണ്ട് മുമ്പ് വരെ ആറാട്ടുപുഴ നിവാസികളായ നൂറുകണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്ന മടത്തിൽ കുളത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായിരുന്നു ഈ കുളം. ജലഗതാഗതത്തിന് പ്രാധാന്യമേറെയുണ്ടായിരുന്ന കാലത്ത് ആറാട്ടുപുഴയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന കേവ് വള്ളക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്നു മടത്തിൽ കുളം. ദാഹമകറ്റാനും ശുദ്ധജലം ശേഖരിക്കാനും അവർ ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. കേവ് വള്ളക്കാരിലൂടെയാണ് മടത്തിൽ കുളത്തിന്റെ മഹിമ കേരളം മുഴുവൻ അറിഞ്ഞത്. കടുത്ത വേനൽ വന്നുപോയിട്ടും മടത്തിൽ കുളം വറ്റിപ്പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. യഥാർത്ഥത്തിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കുടിവെള്ള സ്രോതസ്സായിരുന്നത്. ഇതിൻ്റെ ജിയോളജി വകുപ്പിൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൊയിലോൺ മെമ്പറൻസ് എന്ന് പറയുന്ന ഒരു വലിയ വാട്ടർ സോഴ്സ് നമ്മുടെ ഈ ഭൂമിക്കടിയിലൂടെ പോകുന്നുണ്ട്. ഇത് നല്ലാണിക്കൽ വലിയഴിക്കൽ മുതലായ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തലച്ചുമടായിട്ട് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയും വള്ളം വഴി ഇവിടെ വന്ന് എടുക്കാനുള്ള സംവിധാനവും വലിയ കല്യാണ പാർട്ടികൾക്കൊക്കെ വെള്ളം എടുക്കുന്നതും എല്ലാം ഇവിടെ നിന്നായിരുന്നു. കുളത്തിലെ വെള്ളത്തിൽ ആഹാരം പാചകം ചെയ്താൽ ഏറെ നേരം കേടുകൂടാതെ ഇരിക്കുമെന്നാണ് വിശ്വാസം. പൊതു ടാപ്പുകൾ നിലവിൽ വന്ന കാലത്തും പാചകത്തിനായി മടത്തിൽ കുളത്തിലെ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് പോകുന്നവർ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. കുളം തനിമയോടെ നിലനിർത്തുന്ന കാര്യത്തിൽ മീനത്തേരിൽ കുടുംബം ശ്രദ്ധാലുക്കളാണ്. കൃത്യമായ കാലയളവിൽ തന്നെ കുളം വൃത്തിയാക്കി സംരക്ഷിച്ചു വരുന്നുണ്ട്. കരയിൽ മോട്ടോർ സ്ഥാപിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുളത്തിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കുളത്തിന്റെ ഉടമ മുഹമ്മദ് സാലി പറഞ്ഞു. എല്ലാ വർഷവും മീനപ്പരണി ഉത്സവം അനുബന്ധിച്ച് നമ്മളിത് അതിനോടനുബന്ധിച്ച് അങ്ങ് വെട്ടി വൃത്തിയാക്കല. പിന്നെ ആൾക്കാർക്കൊരു ഉപകാരവും നമ്മളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വെള്ളമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടും പിന്നെ എപ്പോഴും കുളം വൃത്തിയായി കിടക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിൻ്റെ പുറത്ത് അത് എല്ലാ വർഷവും കൈകാര്യം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നു. 2 നൂറ്റാണ്ട് പഴക്കമുള്ളൊരു കുളമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഭാവിയിൽ ഈ ഒരു കുളത്തിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ ചെയ്യുന്നത്. പഴയ തലമുറ ഏൽപ്പിച്ച അതേ പരിശുദ്ധിയോടെ കുളം സംരക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് മീനത്തേരിൽ കുടുംബം. വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതിവയ്ക്കലിനെ മനോഹരമാക്കുന്നത് ഇത്തരം മനുഷ്യരുടെ നിസ്വാർത്ഥമായ സേവനങ്ങളാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.